പിന്നീട് നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് എപ്പോഴാണ്, ഒരു കാര്യം പ്രാർത്ഥനയാവാത്തത് എപ്പോഴാണ് എന്ന്. ഇത് കൃത്യതയോടെ ഛേദിച്ചു ഗ്രഹിക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമായ വിശ്വാസത്തിൻ്റെ നിർവിശങ്കമായി ഗ്രഹിക്കേണ്ടതും നമ്മുടെ അഖീദയുടെ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിപ്പിക്കേണ്ടതുമാണ്. സഹോദരങ്ങളെ, ഒരു ആലമുഷഹാദയിൽ ഉള്ള വ്യക്തി ആലമുഷഹാദിയിൽപ്പെട്ട വ്യക്തിയോട് തന്നെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആൻ നമുക്ക് അനുവാദം നൽകിയ ഒരു ഭാഗമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരു വേള ഇത്തരം സഹായ പ്രവർത്തനങ്ങൾക്ക്, അതിയായ പ്രവർത്തനങ്ങൾ, പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുന്നു. ഒരു വേള ഇത്തരം സഹായങ്ങൾ മനുഷ്യൻ്റെ അത്യന്താപേക്ഷിതമായ നിർബന്ധ ഘടകങ്ങളിൽ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുവെ ഇത് അനുവദനീയം എന്നതിൽ നിന്ന് നിർബന്ധമാകുന്ന ഘട്ടങ്ങളിലേക്ക് തന്നെ ചേക്കേറുന്ന സന്ദർഭങ്ങളെയും നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സരണിയിലൂടെയും നമുക്ക് ഗ്രഹിക്കാവുന്നതുമാണ്. എപ്പോഴാണ് ഈ തലംമാറ്റം സംഭവിച്ചത്? അഥവാ ആലമുഷഹാദയിലുള്ള ഒരു വ്യക്തി ആലമുഷഹാദയിലുള്ള തൻ്റെ മുന്നിൽ പ്രസൻ്റായി, ഹാജരായി, നമുക്ക് ബോധ്യപ്പെട്ട് നമ്മുടെ ദൃശ്യ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യലോകത്തിന് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തിന് അഥവാ ഹാളിറായതിന്, അഥവാ ഹാജരായതിനോട് തന്നെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം അഖ്സ വഅത്തു തദല്ലുലി വൽ ഖൗഫ്, വിനയത്തിൻ്റെയും വണക്കത്തിൻ്റെയും റജാഇൻ്റെയും ഭയപ്പാടിൻ്റെയും പ്രതീക്ഷയുടെയും ശുഭപ്രതീക്ഷയുടെയും തേട്ടത്തിൻ്റെയും എല്ലാം ഉള്ള ഈ ഭൗതികമായ ഈ സങ്കുചിത ലോകത്തിൽ നിന്ന് വിശാലതയുടെ, അഭൗതികതയുടെ കാര്യാകാരണ ബന്ധതലത്തിൻ്റെ അതിതലങ്ങളിലേക്ക്, ഈ പക്കത്തിൽ നിന്ന് അന്തപക്കത്തിലേക്ക്, ഈ ഭൗതിക തലത്തിൽ നിന്ന്, ഈ ഭൗതിക സീമയിൽ നിന്ന് അഭൗതിക സീമയിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൃശ്യത്തിലുള്ള വ്യക്തിയോട് പോലുമുള്ള തേട്ടം അത് പ്രാർത്ഥനയുടെ സീമതലങ്ങളിലേക്ക് പ്രവേശിച്ചു എന്നാണ് അഖ്സ ഓയത്തു തദല്ലുലി വൽ ഖൗഫ്, വിനയത്തിൻ്റെയും വണക്കത്തിൻ്റെയും അറ്റത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് ഇന്നേ അറ്റത്തിൽ നിന്ന് അങ്ങേ അറ്റത്തിലേക്ക് മാറി എന്ന് പറയുന്നതിൻ്റെ കാര്യാകാരണ തലത്തിൽ നിന്ന് കാര്യാകാരണമല്ലാത്ത തലങ്ങളിലേക്ക് മാറി എന്ന് പറയുന്നത്. അത് ആ സമയവേളയിൽ അത് ഇബാദത്തായി, ആ സമയവേളയിൽ അത് പ്രാർത്ഥനയായി, ആ സമയവേളയിൽ അത് പ്രാർത്ഥനയായി. ആ തൊലബുൽ ഹാജത്ത് ഈ പറഞ്ഞത് ദൃശ്യലോകത്തിലുള്ള ഹാളിറായവരോടും അല്ലെങ്കിൽ ദൃശ്യലോകത്തിലുള്ള സൃഷ്ടികളോടുമുള്ള കാര്യത്തെ സംബന്ധിച്ചാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇനി ആലോചിക്കുക, ഇത് നാം നേരത്തെ മനസ്സിലാക്കിയ ആലമുൽ ഗൈബിലേക്കായിരുന്നാലോ? ആലമുൽ ഗൈബ് എന്ന് പറയുന്നത് കൃത്യമായി യഖീനായ ഒരു കാര്യമാണ്. അത് കൃത്യമായ ആലമുൽ ഗൈബിലെ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ്. അതാണ് നാം നേരത്തെ പറഞ്ഞ വഹി എന്ന് പറയുന്നത്. ആ വഹിയിലൂടെ ഉറപ്പായ ഇൽമുൽ യഖീനാണത്. ആ ഇൽമുൽ യഖീനിലുള്ള സൃഷ്ടികളോടാകുമ്പോഴോ അത് അതിവേഗത്തിൽ തന്നെ ആ തൊലബുൽ ഹാജത്ത് എന്തായി മാറി? പ്രാർത്ഥനയുടെ സീമതലങ്ങളിലേക്ക് അതിവേഗം എത്തിക്കഴിഞ്ഞു. ഇന്ന് രണ്ടാം ആകാശത്ത് ജീവിക്കുന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു കാര്യം ചോദിക്കുന്നത്, ഒരു വെള്ളം തരണമേ, വെളിച്ചം തരണമേ, മെഴുകുതിരി കത്തിച്ച് തരണമേ എന്ന് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് തന്നെ മരിക്കാത്ത ഹയാത്തായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന എന്നാൽ വൈബിയായ ലോകത്ത് ഉള്ള ആ വ്യക്തിത്വത്തോടായിക്കഴിഞ്ഞത് കൊണ്ട് തന്നെ അഖ്സ വഅത്തു തദല്ലുലി വൽ ഖൗഫ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് തലത്തിൽ നിന്ന് അന്തതലത്തിലേക്ക്, ഈ സീമയിൽ നിന്ന് സീമാതീതമായ തലങ്ങളിലേക്ക്
അത് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഭൗതിക സീമയിൽ നിന്ന് അഭൗതിക സീമയിലേക്ക് അത് പ്രവഹിച്ചു കഴിഞ്ഞു എന്നർത്ഥം. കൃത്യമായി മനസ്സിലാക്കണേ. വാക്കുകളുടെ സ്ഖലിതങ്ങളെ പിടിച്ചുകൊണ്ട് തൂങ്ങുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിശദീകരിച്ചു കാര്യങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം പ്രാർത്ഥനയായി കഴിഞ്ഞു. അത് ആരോടാണോ അത് ആ വ്യക്തിക്കുള്ള പ്രാർത്ഥനയായി. അത് വൈബിയായ ലോകത്തിലെത്തപ്പെട്ടുള്ള ആലമുഷഹാദയിലെ അർവാഹുകൾ ഉടങ്ങിയിട്ടുള്ള മനുഷ്യൻ, ആ അർവാഹുകൾ നീങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആലമുൽ വൈബിലെ ബർസഖിയായ ലോകത്തും ജീവിക്കുന്ന ഇല്ലിയീനിലും സിജ്ജീനിലും ജീവിക്കുന്ന ആ വ്യക്തിത്വങ്ങളോടാകുമ്പോൾ അതെന്തായി കഴിഞ്ഞു? അത് മൊയ്തീൻ ഷെയ്ഖ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മമ്പർത്ത തങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഉമ്മല്ലേ എൻ്റെ വാപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പറച്ചിൽ എന്തായി കഴിഞ്ഞു? അത് പ്രാർത്ഥനയുടെ തലത്മായ അഖ്സാ വയത്തു തദല്ലുലി വൽ ഖൗഫ്, ഇബാദത്തിൻ്റെ തലത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ കൃത്യമായി വൈബിയായ ലോകത്തുള്ള മലായിക്കത്തിനോടും ജിന്നിനോടുമാകുമ്പോഴോ അത് കൃത്യമായി കൊണ്ട് തന്നെ വൈബിയായ ലോകത്തിലുള്ളവരോടുള്ള അഖ്സാ വയത്തു തദല്ലുലി വൽ ഖൗഫ്, വിനയത്തിൻ്റെയും വണക്കത്തിൻ്റെയും പ്രതീക്ഷയുടെയും എല്ലാം ഉള്ള ഇന്ത തലത്തിൽ നിന്ന് അന്തതലത്തിലേക്ക്, ഭൗതിക സീമയിൽ നിന്ന് അഭൗതിക സീമയിലേക്ക്, കാര്യാകാരണ ലോകത്തിൽ നിന്ന് നമ്മുടെ കാര്യാകാരണ ലോകത്തിൽ നിന്ന് നമ്മുടേതല്ലാത്ത കാര്യാകാരണ ലോകത്തുള്ള തലങ്ങളിലേക്ക്, ഈ സൃഷ്ടി ലോകത്തിൽ നിന്ന് മറ്റൊരു സൃഷ്ടി ലോകത്തിലേക്ക്, ആലമുഷഹാദയിൽ നിന്ന് ആലമുൽ വൈബിലേക്ക് അത് എത്തിപ്പോയി. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ തൊലബുൽ ഹാജത്ത് ആ സമയവേളയിൽ തന്നെ ദുആയാകുന്നു. അതുകൊണ്ട് തന്നെ അത് ഇബാദത്താകുന്നു. അഖ്സാ വയത്തു തദല്ലുലി വൽ ഖൗഫ്. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഒരു ഇബാദത്തിന് നിർവചനം നൽകിയ അതിമഹത്തുക്കളായ പണ്ഡിത ശിരോമണികളെ അള്ളാഹുവെ നീ ദറജ ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു കാലഘട്ടത്തിലും ഉയർത്തി വെക്കാവുന്ന ഇബാദത്തിൻ്റെ നിർവചനം അഖ്സാ വയത്തു തദല്ലുലി വൽ ഖൗഫ് എന്നതിൻ്റെ വിശദീകരണമാണ് വൈബിയായ ലോകം, കാര്യാകാരണ ലോകം എന്നെല്ലാം നാം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യം, ഒരു തേട്ടം, അത് ഇബാദത്തായി കഴിഞ്ഞു. പിന്നെ മറ്റൊരു സംശയം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നാണ്. സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നതല്ല അഖീദ. അഖീദ ഒരു കാര്യം തൗഹീദ് ആയിത്തീരെങ്കിൽ അള്ളാഹു വാഹിദുൻ അഹദുൻ എന്ന വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൻ്റെ 1-ാം പാർട്ടും 2-ാം പാർട്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തലം തന്നെ അദ്ദേഹം ഒരു മുവഹിദായി കഴിഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളൂടെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഫിറ്റ് ചെയ്ത് ഉൾക്കൊണ്ട വ്യക്തിയിലുണ്ടാകുന്ന മുവഹിദായ മനുഷ്യനിലുണ്ടാകുന്ന കർമ്മങ്ങളാകുന്നു തൗഹീദിൽ അധിഷ്ഠിതമായ മറ്റു ഇബാദത്തുകൾ. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റെല്ലാ കർമ്മങ്ങളും. എന്നാൽ ഇതേ വിശ്വാസം നേരെ ഉൾട്ടയായിക്കൊണ്ടുള്ള തലത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് അവരോടുള്ള പ്രാർത്ഥനയടങ്ങിയ വിശ്വാസവുമായി കഴിഞ്ഞു. അപ്പോൾ അത് ഷിർക്കായി കഴിഞ്ഞു. ആ ഷിർക്കിൽ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് പിന്നീടുള്ള നേർച്ചകളും അർച്ചനകളും വഴിപാടുകളും അതേ രൂപത്തിലുള്ള പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിൽ ആ ഷിർക്കൻ വിശ്വാസം വന്നു കഴിഞ്ഞു. അതേ രൂപത്തിൽ തന്നെ മുവഹിദായി കഴിഞ്ഞു. പക്ഷേ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരം അല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിൽ ആ ഈമാൻ അൽ ഈമാനു യസീദു വയൻഖുസു. ഇതിൻ്റെ അർത്ഥം നിസ്കാരം ഉപേക്ഷിച്ചാൽ മുസ്ലിമാണെന്നല്ല ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഞാൻ ഈ അഖീദ പഠിപ്പിക്കുമ്പോൾ പറയുന്ന വേർഡ്സുകളാണ്. ഇതിൻ്റെ സ്ഖലിതങ്ങളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നേരുകയല്ല, ഇതിലെന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇക്കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.